4 കാര്യം ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറക്കാൻ പറ്റും. നോമ്പായി കഴിഞ്ഞാൽ 5 മുതൽ 10 കിലോ വരെ കുറക്കുന്ന വലിയ വീമ്പിളക്കുന്നവരെല്ലാവരും. പക്ഷേ നേരെ തിരിച്ചാ സംഭവിക്കുക. 5 10 കിലോ കൂടിയിട്ടുണ്ടാവും. നോമ്പ് കാലത്ത് നല്ലോണം ഭക്ഷണം കഴിക്കും. എല്ലാം കഴിച്ചിട്ട് നല്ലോണം എണ്ണക്കടിയും ബിരിയാണിയും മറ്റേ കഴിച്ച് നല്ലോണം നല്ല ജ്യൂസൊക്കെ കുടിച്ച് തടി അങ്ങ് കൂട്ടും. ശരിക്കും വൃത്തിക്ക് ശ്രദ്ധിച്ചാൽ അത് 5 10 കിലോ കുറക്കാൻ വളരെ ഈസിയാണ്. 4 കാര്യം ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറക്കാൻ പറ്റും. ചോറ്, മൈദ, പഞ്ചസാര, ഉപ്പ്. ഈ 4 വൈറ്റും നോമ്പിന് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ വെയിറ്റ് നല്ല ഡ്രാസ്റ്റിക് ആയിട്ട് കുറയും. എങ്കിലോ പ്രോട്ടീൻ ഇൻടേക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. പ്രോട്ടീൻ ആവശ്യത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തടി കുറയുമ്പോൾ അതിനനുസരിച്ച് ക്ഷീണം വരും, മെലിഞ്ഞ് എന്തോ അസുഖമുള്ള പോലെയൊക്കെ തോന്നിക്കും. ചിക്കൻ, ബീഫ്, എഗ്ഗ് ഇതുപോലത്തെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. നോമ്പിന് മുക്കി പൊരിച്ച എണ്ണക്കടി നന്നായിട്ട് യൂസ് ചെയ്യും. സമൂസ, പക്കോട, ഉള്ളിവട, പഴംപൊരി ഇങ്ങനത്തതൊക്കെ ഒഴിവാക്കിയിട്ട് എയർ ഫ്രൈഡ് ആയിട്ടുള്ള ആവിക്ക് വെന്ത സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. ഈ എണ്ണക്കടി യൂസ് ചെയ്താൽ എന്തായാലും വെയിറ്റ് കുറയാൻ പോകുന്നില്ല. അത്രയും അത് ശരീരത്തിന് ഇങ്ങനെ ഒരു കോൺസെൻട്രേഷൻ കൂട്ടുന്ന സാധനങ്ങളാണ്. ബിരിയാണിയൊക്കെ ഉണ്ട് നോമ്പിന് നമ്മൾ കാണുമ്പോൾ വിശന്നുകാണ്ട് ഇങ്ങനെ ഒരു പ്ലേറ്റ് ഫുള്ള് ബിരിയാണി ആയിരിക്കും. അതിന് പകരം നന്നായിട്ട് പ്രോട്ടീൻ ഫോക്കസ്ഡ് ആവുക. ഒരു ഹാഫ് പ്ലേറ്റ് ആക്കുക, അല്ലെങ്കിൽ കാൽ പ്ലേറ്റ് ആക്കിയിട്ട് നന്നായിട്ട് പ്രോട്ടീൻ നന്നായിട്ട് കഴിക്കുക. ചിക്കനോ ബീഫൊക്കെ നന്നായിട്ട് കഴിക്കണം. പിന്നെ കലോറി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു ഡെയിലി കലോറി ഇൻടേക്ക് ഇത്ര വേണമെന്നുണ്ടെങ്കിൽ അതിന് കലോറി ഡെഫിസിറ്റ് ആവുക എന്നുള്ളതാണ് ഏറ്റവും ഈസിയസ്റ്റ് വേ. അപ്പോൾ നോമ്പാകുമ്പോൾ നമുക്ക് കലോറി ഡെഫിസിറ്റ് ആകാനും കൂടി വളരെ എളുപ്പമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം. മറ്റൊന്ന്, നോമ്പ് തുറക്കുമ്പോൾ ഒരുപാട് ഗ്ലാസ് ജ്യൂസ് കുടിക്കുന്നതിന് പകരം 1 2 ഗ്ലാസ് ജ്യൂസ്, അതും മധുരമിടാതെ കുടിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. വെയിറ്റ് കുറയേണ്ട ആളുകൾക്ക്. അതുപോലെ അത്താഴമാകുമ്പോഴത്തേന് 8 മുതൽ 10 ഗ്ലാസ് വെള്ളം വരെ കുടിക്കാൻ ശ്രമിക്കുക.